അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു വാൾ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു സർക്കിൾ വരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കോമ്പസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. സർക്കിളിൻ്റെ വലിപ്പം നിങ്ങൾ എത്രയാണ് വാൾ ഹാങ്ങിൻ്റെ വലിപ്പം ഉദ്ദേശിക്കുന്നത് അത്രയും വേണം നിങ്ങളുടെ സർക്കിളിൻ്റെ വലിപ്പം. അപ്പോൾ ഞാനിവിടെ ഈ സ്മോൾ കാർഡ്ബോർഡിൽ കൊള്ളാവുന്ന അത്രയും സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു സ്മോൾ വാൾ ഹാങ്ങിങ് ആണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്മോൾ കാർഡ്ബോർഡ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലും ഒരു സർക്കിൾ വരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വിഡ്ത്ത് വേണം ആ ഒരു ഇന്നർ സർക്കിളിന്. അതിനായിട്ട് ഞാൻ സൈസാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ സർക്കിൾ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഔട്ടർ സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഔട്ടർ സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇന്നർ സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് തെർമോക്കോൾ കട്ടറാണ് കേട്ടോ. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ക്രിംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോംബോ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പെയിൻറ്റ് അപ്ലൈ ചെയ്തേക്കുന്നത് സ്പോഞ്ച് കൊണ്ടാണ്. ഞാൻ ഈ കളർ തീം ഉദ്ദേശിക്കുന്നത് റെഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ തീമിലാണ്. അപ്പോൾ ഞാനിവിടെ യെല്ലോ പേപ്പർ എടുത്തിട്ടുണ്ട്, കൂടെ ഒരു പഞ്ച് ഹോളറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പേപ്പർ പഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ചന്നം പിന്നും പഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ച് ചെയ്തെടുക്കുന്ന ആ ഒരു പേപ്പറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഉള്ളിൽ വേറെ കളർ പേപ്പറൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കാർഡ്ബോർഡിലേക്ക് ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഒട്ടിച്ചു കൊടുക്കൽ ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഞാൻ ഡ്രോപ്പായിട്ട് ആ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഫെവിക്കോള് ആ ബഡ്സുമ്മേം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ബഡ്സ് ആ പേപ്പറിലേക്ക് വെച്ചിട്ട് അത് കാർഡ്ബോർഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര ഈസിയാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആ വിട്ടേക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ നമ്മൾ പൂവാണ് വെക്കാനായിട്ട് പോകുന്നത്. ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ഫ്ലവറിനായി എടുത്തേക്കുന്നത് ഓറഞ്ച് കളർ പേപ്പറാണ്. അപ്പോൾ അത് ഞാൻ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ സ്വോളൊക്കെ പോലെ നമ്മൾ അത് വരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ പൂവുണ്ടാക്കാൻ പലവർക്കും അറിയാം, അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്വോള് പോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ നടുവിലത്തെ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പേപ്പർ ആ തുമ്പിൽ നിന്ന് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ആദ്യം റോൾ ചെയ്തപ്പോൾ ഫുള്ള് നന്നായിട്ടൊക്കെ വന്നു. പിന്നെ എനിക്ക് തോന്നി ഒന്നും കൂടി റോൾ ചെയ്താലോ. അപ്പം ഞാൻ ഒന്നും കൂടി റോൾ ചെയ്തപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായില്ല. പക്ഷെ ഞാൻ കുറച്ച് നേരം ട്രൈ ചെയ്തപ്പോൾ റോളായി വന്നു കേട്ടോ. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫെവിക്കോൾ കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിലാണ് ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ഇതേപോലെ ഇരിക്കും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്ക് ഇത് ഈ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബിഗ്, മീഡിയം ആൻഡ് സ്മോൾ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു യെല്ലോ കളർ പേപ്പറിന് ഇതേപോലെ കുഴൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ
ഞാനിവിടെ ഒരു 7x7 പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു എഡ്ജിൽ പിടിച്ചിട്ട് അതൊന്ന് ഹാഫ് പോലെ ആക്കാം. എന്നിട്ട് ആ എൻഡിൽ നമുക്ക് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഹാഫ് ആ അപ്ലൈ ചെയ്തേക്കുന്ന ഫെവിക്കോളിൻ്റെ മേലിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ 3 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്ററുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഴൽ ഇതുമ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തുമ്പത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് ഒട്ടിക്കിട്ടുക കേട്ടോ. അതേപോലെ ഞാൻ 3 എണ്ണവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തുമ്പത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക.